വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിതേ ഒരു വിഷു പ്രോഗ്രാമിന് നന്മേന്റെ ഒരു വിഷു പ്രോഗ്രാമിന് പോവാൻ കേട്ടോ. മേടമാസപ്പുലരിയിൽ കണി കാണാൻ മാത്രം വിരിയുന്ന കണിക്കൊന്ന പൂക്കളുടെ നന്മകളുമായി വീണ്ടും ഒരു വിഷുക്കാലം കൂടിയല്ലേ. അങ്ങനെ ഞങ്ങളും ഒരു വിഷു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പോവുകയാണ്. നന്മ കാസർഗോഡിന്റെ വീണ്ടും ഒരു വിഷുക്കാലം എന്നുള്ള പ്രോഗ്രാമിനായിട്ട് പോവാണ് കേട്ടോ. ഗബ്രിയിലായിരുന്നു പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊരു 9 മണി 9:30 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ എത്തി. എല്ലാവരും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഇതുപോലെ കണി ഉണ്ടായിരുന്നു. നല്ല ഗംഭീരമായിട്ടുള്ള ഭംഗിയായിട്ടൊരു കണി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ കണിയോട് കൂടിയിട്ട് ഈ ഒരു വർഷം ആരംഭിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും അതേപോലെ സാമ്പാറും ചട്ടിനിയൊക്കെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആൾക്കാർ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങാൻ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു. ഒരു 10 മണി 10:30 ആകുമ്പോഴായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ കുട്ടികളൊക്കെ ഇതേപോലെ വിഷുക്കണി കാണാനും അതേപോലെ വിഷു കൈനീട്ടം വാങ്ങിക്കാനും കൂടി എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും സിയും ഇതേപോലെ വിഷുക്കണി കാണുകയും അതുപോലെ വിഷു കൈനീട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സി ആദ്യമായിട്ടായിരുന്നു വിഷുക്കണി കാണുന്നതും വിഷു കൈനീട്ടം വാങ്ങിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ അവൾ ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷുക്കണിയൊന്നും അവൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഇവിടുന്നാണ് ആദ്യത്തെ വിഷുക്കണി വിഷു കൈനീട്ടവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉദ്ഘാടനമൊക്കെ ഇങ്ങനെ വിളക്കെത്തിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ തുടങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വർഷത്തെ മെഗാ ഇവന്റിന്റെ പേര് കൂടെ വെളിപ്പെടുത്തുകയുണ്ടായി. കലന്തിക എന്നതായിരുന്നു മെഗാ ഇവന്റിന്റെ പേര് എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവാർഡ് കൊടുക്കലും അതേപോലെ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ലോക നാടക വാർത്തകൾ എന്ന ഓൺലൈൻ ഫേസ്ബുക്ക് ഡ്രാമ ഫെസ്റ്റിവലില് ഏറ്റവും മികച്ച നാടകങ്ങൾ കസേരക്കുള്ള മികച്ച നാടകത്തിനും അതേപോലെ മികച്ച നടിക്കും നടനും മികച്ച സംവിധായകനുമുള്ള ക്യാഷ് പ്രൈസും അതുപോലെ അവാർഡും കൂടെ ഈ ഒരു നന്മ കാസർഗോഡ് എന്നുള്ള കൂട്ടായ്മയ്ക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായേ. അതിന്റെ ക്യാഷ് പ്രൈസും അതുപോലെ അവാർഡ് വിതരണം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്നിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും കൂടെ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളുടെ ഡാൻസും പ്രോഗ്രാമൊക്കെ ആയിരുന്നു കേട്ടോ അടുത്തതെന്ന് പറഞ്ഞത്. അങ്ങനെ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു.
അങ്ങനെ ഒരു 2 മണി 2:30 ആകുമ്പോൾ എല്ലാവരും കൂടി സദ്യ കഴിക്കാൻ തുടങ്ങി. കുട്ടികളും എല്ലാവരും കൂടി ഇരുന്നിട്ട് സദ്യ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അടിപൊളി സദ്യയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൻ്റെ പായസം അടപ്പായസമായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. അങ്ങനെ സദ്യയും പായസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. കഴിഞ്ഞ വർഷം വരെ നാട്ടിലായിരുന്നു എൻ്റെ വിഷുവാഘോഷം. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു നന്മ എന്നുള്ള കൂട്ടായ്മയിൽ വന്നിട്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, കാരണം കഴിഞ്ഞ വർഷം വരെ നാട്ടിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഇതുപോലെ സദ്യ കഴിക്കുന്നതും എല്ലാവരും കൂടിയുള്ള ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി കേട്ടോ. അങ്ങനെ എൻ്റെ ഈ ഒരു വിഷുവാഘോഷം ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നടന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. നന്മയിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വിഷുവാഘോഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.